മുട്ടുംകാല് വരെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങിയാൽ എന്തൊരു ചൊറുക്ക കാണാനല്ലേ, എന്തൊരു രസ കാണാൻ. അതുവരെയെങ്കിലും കണ്ടൂടെ? ഉസ്താദുമാര് കെട്ടിപ്പടിച്ചുണ്ടാക്കിയ നിയമമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയൊരു നിയമമാണ്. മക്കനെ ഇട്ട് മാറുമറച്ച് നടക്കണമെന്ന് പറയുന്നത് ദീനിന്റെ സൂക്ഷ്മതയുള്ള നിർബന്ധമായി പാലിക്കേണ്ട നിയമമാണ്. മാറ് മറക്കണമെന്നും കഴുത്ത് മറക്കണമെന്നും മറ്റുമൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം നല്ലവരാണെന്ന് മനസ്സിലാക്കപ്പെട്ട് ശല്യങ്ങളൊന്നും വരാതിരിക്കാനാ. മറ്റു പലരും നമ്മുടെ പെൺകുട്ടികൾക്ക് മുട്ടുവരെയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അങ്ങാടിയിലും മറ്റൊക്കെ ഇറക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ആൾക്കാർക്കും തോന്നി ഇത് മോഡല് കുറച്ച് നല്ല മോഡലാണ്, കുഴപ്പമില്ലാന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ ആൾക്കാരും ആ മാതൃക പിൻപറ്റിയിട്ട് പലരെയും അങ്ങനെ പിടിച്ചിറക്കാൻ തുടങ്ങി. ഏത് പെൺകുട്ടി എന്നറിയാം? പ്രായപൂർത്തിയത്തെ പെൺകുട്ടി മുട്ടുംകാല് വരെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങിയാൽ എന്തൊരു ചൊറുക്ക കാണാനല്ലേ, എന്തൊരു രസ കാണാൻ. അതുവരെയെങ്കിലും കണ്ടൂടെ? സുബ്ഹാനല്ലാഹ്. അതൊക്കെ പലരും മോഡലാക്കി മുന്നോട്ട് വരുമ്പോ ആദർശ രംഗത്തും ഈമാനികമായ രംഗത്തും ഹയാഇന്റെ രംഗത്തും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നേടണം. ആരെങ്കിലും പുറത്തിറക്കുന്നത് കണ്ടിട്ട്, മോഡൽ കണ്ടിട്ട് നമ്മൾ പറ്റിപ്പോകരുത്. നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. എൻ്റെ ഉമ്മമാരോടടക്കം എല്ലാവരോടും ഞാനത് ഉണർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സജീവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു രംഗം, വീട്ടിലുള്ള മുതിർന്നവരൊക്കെ നല്ല തട്ടമിട്ടിട്ടുണ്ട്, പർദ്ദയും ധരിച്ചിട്ടുണ്ട്, മക്കനയുമുണ്ട്, ജിൽബാബുമുണ്ട്. പക്ഷേ കാണാൻ നല്ല അഴകുള്ള കല്യാണപ്രായമെത്തിയ പെൺകുടിമാര് തോളിൽ ശാലിട്ട് നടക്കുന്നത് കുറച്ച് ഏറെ കൂടി വരികയാണ്. ഉമ്മമാരെ തട്ടമിടുന്നത് അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു നിയമമാണ്. ഉസ്താദുമാര് കെട്ടിപ്പടിച്ചുണ്ടാക്കിയ നിയമമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയൊരു നിയമമാണ്. മക്കനെ ഇട്ട് മാറുമറച്ച് നടക്കണമെന്ന് പറയുന്നത് ദീനിന്റെ സൂക്ഷ്മതയുള്ള നിർബന്ധമായി പാലിക്കേണ്ട നിയമമാണ്. എന്തിനാണ് ആ നിയമം അല്ലാഹു വെച്ചത് എന്നറിയുമോ? മറ്റു ചങ്ങാതിമാരുടെ പൂവാലന്മാരുടെയും ശല്യങ്ങളില്ലാതെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അധ്യാപനത്തിന് പോകുന്നവർക്കും മറ്റാരും ജോലി ചെയ്ത് ഉപജീവനമാർഗം കൊടുക്കാനില്ലാതെ ജോലിക്ക് പോകേണ്ടി വന്ന സഹോദരിമാർക്കും കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാനാണ്. മാറ് മറക്കണമെന്നും കഴുത്ത് മറക്കണമെന്നും മറ്റുമൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം നല്ലവരാണെന്ന് മനസ്സിലാക്കപ്പെട്ട് ശല്യങ്ങളൊന്നും വരാതിരിക്കാനാണ്. എങ്ങോട്ടും നിങ്ങൾ ചായുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ അതിനു വേണ്ടി ഏതെങ്കിലും ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടെ സംസ്കാരവും ചാരിത്രവും പരിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുന്ന രൂപഭാവങ്ങൾ വന്നില്ലേ? അത് വരാതെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ് ഈ രീതിയിലുള്ള വസ്ത്ര സംവിധാനം അല്ലാഹു തആല നിബന്ധനയാക്കിയത്. അതങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടവരിലൊക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ടവരിലൊക്കെ ശ്രദ്ധിക്കണം. അത് ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി പത്നിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺമക്കളോടും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും അങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി തഖ്വ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി തന്നെയാണത്. അതുകൊണ്ടല്ലേ ബീവി സൗദാ റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് മക്കയിലേക്ക് എല്ലാ വർഷവും ഹജ്ജിന് കൊണ്ടുപോകാൻ ആളുണ്ടായിട്ടും ഒരൊറ്റ തവണ മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ തവണ മാത്രമേ ഉംറ ചെയ്തിട്ടുള്ളൂ. എന്തേ നിങ്ങൾ വർഷാവർഷം പോകാത്തത് എന്ന് പറഞ്ഞപ്പോ എന്റെ നിർബന്ധമായ ഹജ്ജ് ഞാൻ ചെയ്തു, നിർബന്ധമായ ഉംറ ഞാൻ ചെയ്തു. അത് മാത്രമല്ലല്ലോ അല്ലാഹു എന്നോട് കൽപ്പിച്ചത്, വഅമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി,
മറ്റു ശുഗലുകളൊന്നുമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കടിയാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ മറ്റു പലരും പോകും പോലെ വർഷാവർഷം ഇറങ്ങി പുറപ്പെടാത്തത് എന്ന് സൗദ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, ജനാസയല്ലാതെ മഹദിയുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മാർഗങ്ങളിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഹദീസിന്റെ അവസാനം സുമ്മ തദ്കുറുൽ മൗത വൽ ബിലാ, നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർക്കണം. അതേ, ജീർണിച്ചു പോകുന്ന അവസ്ഥയും ഓർക്കണം. മഹാന്മാര് ഓർത്തതുപോലെ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വലിയ പണ്ഡിതനല്ലേ അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു. ചെറിയ കാര്യത്തിന് വരെ ചിന്തിച്ച് വല്ലാതെ കരഞ്ഞു പോയ മഹാനാണ്. പാവപ്പെട്ട രീതിയിൽ ജീവിച്ച ആളാണ് അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു. എന്താണ് സമ്പാദ്യം? ജീവിതത്തിന്റെ ഉപജീവന മാർഗമെന്നറിയുമോ? ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പണിപ്പെട്ടുകൊണ്ടൊരു മെത്ത നിർമ്മിക്കും. അതേ പഞ്ഞി കൊണ്ടുവന്ന് അത് തുണിയിൽ നിറച്ച് പാകപ്പെടുത്തിയിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ തുന്നി റെഡിയാക്കി സൂക്കിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തും. മക്കളും ഭാര്യയും എല്ലാവരും ചേർന്ന് ഏകദേശം കണ്ടാൽ തന്നെ നല്ല ഭംഗി തോന്നുന്നൊരു മെത്തയുണ്ടാക്കി അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു വൈകുന്നേരമാകുമ്പോഴേക്കത് സൂക്കിൽ കൊണ്ടുവന്നു, മാർക്കറ്റിൽ കൊണ്ടുവന്നു നോക്കുമ്പോ പലരും മെത്ത നോക്കുന്നു, പക്ഷേ ആരും അത് വാങ്ങുന്നില്ല. അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹുവിന് ഈ മെത്ത ആരെങ്കിലും വാങ്ങിയെങ്കിലേ ഇന്ന് മഗ്‌രിബാകുമ്പോ മക്കൾക്ക് നോമ്പ് തുറന്ന് ഭക്ഷിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റൂ. വീട്ടുകാര് മൊത്തം സുന്നത്ത് നോമ്പിലാണ്. ഭക്ഷണം കഴിക്കാനുണ്ടാകുമ്പോ മാത്രമേ അവര് നോമ്പ് ഒഴിവാക്കാറുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാറുണ്ട്. അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു ആരെങ്കിലും ഇത് വാങ്ങണമെന്ന് കരുതിയിട്ട് ഓരോ കടയുടെ മുന്നിലൂടെയും ആ മെത്ത തലയിലേറ്റി കൊണ്ടുപോകുമ്പോ ഒരു കടക്കാരൻ അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മെത്ത കൊണ്ടുവന്നപ്പോ ഇറക്കി വെക്കാൻ പറഞ്ഞു. ആ മെത്തയുടെ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. സാധാരണ നമ്മുടെ മുന്നിൽ ഒരു കച്ചവടക്കാരൻ വന്നാൽ അദ്ദേഹം കൊണ്ടുവന്നത് പുതപ്പാണെങ്കിൽ പുതപ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ? കൊണ്ടുവന്നത് പാത്രങ്ങളാണെങ്കിൽ പാത്രത്തിന് ഏതെങ്കിലും രൂപമാറ്റം ഉണ്ടെങ്കിൽ പറയാറില്ലേ? അതുപോലെ മെത്തക്കുള്ള ഓരോ കുറവ് പറഞ്ഞപ്പോ അത്താ ഉസ്സുലമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞുപോയി. വല്ലാതെ കരഞ്ഞു. ചെറിയ കരച്ചിലൊന്നുമല്ല, പൊട്ടി മഹാനവറുകൾ വിതുമ്പിക്കരയുമ്പോ ഈ കടക്കാരൻ ചിന്തിക്കുന്നു, പടച്ചോനെ, ജനങ്ങൾ കണ്ടാൽ ഞാൻ ഇദ്ദേഹത്തെ കരയിപ്പിച്ചു എന്ന് കരുതി പോകും. പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നു, നിങ്ങൾ കരയണ്ട, മെത്ത ഞാൻ തന്നെ വാങ്ങിക്കൊള്ളാം. നീ വിചാരിക്കും പോലെയല്ല എന്റെ കരച്ചില്. അന്ന് 2 ആഴ്ച പണിപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് ഞാനും എന്റെ മക്കളും ഉപജീവന മാർഗത്തിന് വേണ്ടി വളരെ വൃത്തിയോടെ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു മെത്തയില് നിങ്ങൾ ന്യൂനത കണ്ടില്ലേ? ഈ ചുരുങ്ങിയ ആയുഷ്കാലം നാളെ നീണ്ട ആയുഷ്കാലത്തിന് വേണ്ടി ആഖിറത്തിൽ ഒരു പുസ്തകമായി നിവർത്തി വെക്കുമ്പോ എന്റെ അമലിന്റെ പോരായ്മ അല്ലാഹു നോക്കിക്കാണുമല്ലോ. ഈ ബെഡിൽ ഞാനൊരു തൊഴിലാളി മാത്രമാണ്, ആഖിറത്തിലേക്കുള്ള അമലിലും ഞാനൊരു തൊഴിലാളി മാത്രമാണ്. ഞാനത് ചെയ്യുന്നവനല്ലേ, സ്വീകരിക്കേണ്ടവൻ അല്ലാഹുവല്ലേ. നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചൊരു മെത്തക്ക് ഇത്ര പോരായ്മ പറഞ്ഞെങ്കിൽ ഒരു പോരായ്മയും വരാതെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ഞങ്ങൾ ചെയ്തതിൽ വരെ നിങ്ങൾ പോരായ്മ കണ്ടെത്തിയെങ്കിൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതം വെളിവാക്കുമ്പോ എന്തെല്ലാം കുറവുകൾ പടച്ച റബ്ബ് കണ്ടുപോകും, എന്തെല്ലാം വിഷയങ്ങൾ അല്ലാഹു എടുത്തു പറയും. അതാലോചിച്ച് കരഞ്ഞു പോയതാ. നിങ്ങൾ മെത്ത വാങ്ങാത്തത് കൊണ്ടല്ല.
മെത്തയെപ്പറ്റി നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആഖിറമാണ് ചിന്തിച്ചു പോയത്. പറയുകയാണ്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ ഖൗഫ് എത്ര വലുതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നമുക്ക് ഭക്തി എത്തിത്തരട്ടെ. മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും, നമ്മുടെ മനസ്സിലും, നമ്മുടെ ശരീരത്തിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം. എപ്പോഴും ആകാമല്ലോ മരണം. അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ. റബ്ബിന്റെ അടുക്കലുണ്ടല്ലോ അതിന്റെ ഖളാ. അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഖൈറാക്കി തരട്ടെ. എപ്പോഴാണെങ്കിലും വിടവാങ്ങണം. വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തഖിയായ നിലക്ക് നല്ല ഇൽമു നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുത്തഖീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ, മുത്തഖീങ്ങളായി പിരിഞ്ഞെങ്കിലേ ആഖിറത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ കണക്ഷൻ നമുക്കുണ്ടാവുകയുള്ളൂ.